മക്കളെ നോക്കടാ, അടിപൊളി ഒരു ക്വസ്റ്റൻ ആയത്. ഈ ടൈപ്പ് ഈ ഒരു ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പല എൻട്രൻസ് എക്സാമുകൾക്കും ചോദിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് NCERT-യിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണിത്. അപ്പോൾ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പല ടൈപ്പ് എൻട്രൻസുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ച് കണ്ടിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റൻ ആയത്. നോക്കാം നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്. ദാണ്ട് ഇവിടെ ഷോ ദാറ്റ് എന്നാ എൻട്രൻസിന് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇത് തരും, ഈ എക്സ്പ്രഷൻ തരും, അതിന്റെ ഡെറിവേറ്റീവ് ദാണ്ട് ഇതേപോലെ കുറെ ഓപ്ഷൻസ് തരും. ഇതിലേതാ റൈറ്റ് എന്ന് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതാ നോക്കിക്കോ. നമുക്കറിയാം ഇവിടെ y1 എന്ന് പറഞ്ഞാൽ എന്താ. y1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y1 അല്ലെങ്കിൽ f ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ dy/dx ഇതെല്ലാം എന്ത് തന്നെയാ, സെയിം തന്നെയാണ്. ഇനി y2 എന്ന് പറഞ്ഞാൽ എന്താ. y2 എന്ന് പറഞ്ഞാൽ f ഡബിൾ ഡാഷ് ഓഫ് എക്സ് അല്ലെങ്കിൽ നമുക്ക് പറയാം സെക്കൻഡ് ഡെറിവേറ്റീവ് dy/dx ഒന്നുകൂടെ ഡെറിവേറ്റീവ് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും നമുക്ക്, d²y/dx² കിട്ടും. ഓക്കെ, dy/dx അതായത് y2 എന്ന് പറഞ്ഞാൽ എന്താ, dy/dx ഒന്നും കൂടി ഡെറിവേറ്റ് ചെയ്യുക. കണ്ടോ, ഒന്നുകൂടി ഡെറിവേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് d²y/dx² കിട്ടും. ഓക്കെ ഓക്കെ, സോ അപ്പൊ y1 ഉണ്ട് നമ്മുടെ ഈ ഇക്വേഷനകത്ത്. ഷോ ദാറ്റ് ഇതേ ഈസിക്കൽ ടു 2 എന്നാണ് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷനകത്ത് നമുക്ക് എന്തുകൊണ്ട് y1 ഉണ്ട്, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്, അതായത് അതേപോലെ എന്തുകൊണ്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ഉണ്ട്, y2 ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവ്. സോ നമുക്ക് തന്നേക്കുന്ന ഫംഗ്ഷൻ എന്താ, y is equal to tan inverse x the whole square. സോ y1 എഴുതാം നമുക്ക്. y1 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വട്ടം ഡെറിവേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ നമുക്കറിയാം. ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇനി എന്താ, സ്ക്വയർ ചെയ്തേക്കുന്ന വേറൊരു ഫംഗ്ഷൻ ഉണ്ട് അല്ലേ, കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ് നമുക്കറിയാം. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ദ ഹോൾ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും, 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഓക്കെ, എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ, 2x. എക്സിന് പകരം വന്നേക്കുന്നത് എന്താ, ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാ. ഓക്കെ, സോ 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. ഇൻറ്റു എന്തുകൊണ്ട്, ഇതിനകത്ത് കിടന്ന ഫംഗ്ഷൻ ഏതാ, ടാൻ ഇൻവേഴ്സ് എക്സ്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ നമുക്കറിയാം, 1/1 പ്ലസ് x². സ്റ്റാൻഡേർഡ് ഡെറിവേറ്റീവ് നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ. സോ y1 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ y1 എന്നതാണ്ട് ഈ 1 പ്ലസ് x² y1 കൂടെ കൊണ്ടുവരട്ടെ. നമുക്ക് ഇവിടെ എങ്ങനെയല്ലേ കിടക്കുന്നത്, y1 കൂടെ ആര് കിടപ്പുണ്ട്, ഒരു 1 പ്ലസ് x² കിടപ്പുണ്ട്. സോ ഞാൻ ഈ 1 പ്ലസ് x² എന്ത് ചെയ്യാൻ പോവാം, y1 കൂടെ കൊണ്ടുവരാൻ പോവാം. സോ y1 ഇൻറ്റു 1 പ്ലസ് x² ഈസ് ഈക്വൽ ടു എന്താ, 2 ടാൻ ഇൻവേഴ്സ് എക്സ് നമുക്ക് കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, ഇനി പക്ഷേ അതാ നോക്കിയേ, നമ്മുടെ ഇക്വേഷനകത്ത് നമുക്കറിയാം എന്തുകൊണ്ട്, y2 ഉണ്ട്. അപ്പൊ y2 പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ y1 ഒന്നുകൂടെ എന്ത് ചെയ്യേണ്ടി വരും, ഡെറിവേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമുക്ക് ഈ കിട്ടിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഇക്വേഷൻ നമ്പർ 1 ഞാൻ എന്ത് ചെയ്യാൻ പോവാ, ഒന്നുകൂടെ ഡെറിവേറ്റ് ചെയ്യാൻ പോവാം. അപ്പൊ എനിക്ക് എന്ത് കിട്ടും, ഇവിടെ നോക്കിയാൽ രണ്ട് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ കിടക്കുക, y1 1 പ്ലസ് x², രണ്ട് ഫംഗ്ഷൻ ഇങ്ങനെ നടക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം അല്ലേ. സോ y1 ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, y2 ഓക്കെ ഇൻറ്റു 1 പ്ലസ് x² പ്ലസ് y1 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് x² അല്ലേ, നമ്മുടെ പ്രോഡക്റ്റ് റൂൾ, ലെബ്നിറ്റ്സ് റൂൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 1 പ്ലസ് x² ഡെറിവേറ്റീവ് എന്താ, 1 ഡെറിവേറ്റീവ് 0 ആയി പോകും, x² ഡെറിവേറ്റീവ് എന്താവും, 2x ആവും, വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എന്ത് കിട്ടും, 2 അതുപോലെ എഴുതാം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്തുവാ, 1/1 പ്ലസ് x². ഓക്കെ ആണോ? ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാൻ പോവാ, ഞാൻ ഈ 1 പ്ലസ് x² ഞാൻ ഇങ്ങോട്ട് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാ. കണ്ടോ, ഇതിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോവാ. സോ y2 ഇൻറ്റു ഈ 1 പ്ലസ് x² ഇവിടെ കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ, 1 പ്ലസ് x² ആൾറെഡി ഇവിടെ ഉണ്ടായിരുന്നില്ലേ, 1 പ്ലസ് x² ഇൻറ്റു 1 പ്ലസ് x² എന്താവും, 1 പ്ലസ് x² ദ ഹോൾ സ്ക്വയർ എന്നാവും, പ്ലസ് ഇവിടെ ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ആകുമ്പോഴോ, ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ആകുമ്പം 2x ഇൻറ്റു y1 ഇൻറ്റു 1 പ്ലസ് x² ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡിൽ ആര് മാത്രമേ ഇനിയുള്ളൂ, 2 മാത്രമേ ഉള്ളൂ. നമുക്ക് ഇത് തന്നെയല്ലേ കിട്ടിയിരിക്കുന്നത്, 1 പ്ലസ് x² ദ ഹോൾ സ്ക്വയർ ഇൻറ്റു y2 പ്ലസ് 2x ഇൻറ്റു y1 ഇൻറ്റു 1 പ്ലസ് x² ഈസ് ഈക്വൽ ടു 2. സോ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് പ്രൂവ് ചെയ്ത്. ഈസി അല്ലേ ക്വസ്റ്റ്യൻ, ഈസിയ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കോമ്പോസിറ്റ് ഫംഗ്ഷനൊക്കെ ഡെറിവേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. നമ്മൾ ആകെ ചെയ്ത് എന്താ, നമുക്ക് കണ്ട് ഇവിടെ y1 ഈസിക്കൽ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നു, ഈ 1 പ്ലസ് x² നമ്മൾ എന്ത് ചെയ്തു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അത് നമ്മൾ എവിടെയും നോക്കിപ്പോണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ ക്വസ്റ്റിനെ തന്നെ കിടപ്പുണ്ട്, y1 കൂടെ ആര് കിടപ്പുണ്ട്, ഒരു 1 പ്ലസ് x² കിടപ്പുണ്ട്. സോ നമുക്കറിയാം ഈ 1 പ്ലസ് x² നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ y1 ഇൻറ്റു 1 പ്ലസ് x² എന്നുള്ള ടേം നമുക്ക് കിട്ടും. ഇനി നമുക്കറിയാം ഇക്വേഷനകത്ത് y2 ഉണ്ട്, അപ്പോൾ ഒരു ഡെറിവേറ്റീവും കൂടെ എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ കിട്ടിയ എക്സ്പ്രഷനെ ഞാൻ എന്ത് ചെയ്തു, ഒന്നുകൂടെ അങ്ങ് ഡെറിവേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ആരെയും കിട്ടി, y2 കിട്ടി. സിമ്പിൾ. ഓക്കെ.